നമുക്ക് കറിവേപ്പില കൊണ്ടൊരു കറി ഉണ്ടാക്കിയാലോ. ഇതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞതും 5 പച്ചമുളക് ചെറുതായിട്ടരിഞ്ഞതും അതിലേക്ക് 10 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും മാറ്റി വെക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവ, 1 ടേബിൾ സ്പൂൺ ചെറുജീരകം, കടലപ്പരിപ്പ്, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി മൂത്തതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ ഇളക്കുക. അത് തണുത്തതിന് ശേഷം ഒരു ജാറിലിട്ടിട്ട് ഒരു തുണ്ട് പുളി നമ്മൾ കുരുകളഞ്ഞ് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതും കൂടെ ചേർത്ത് അങ്ങനെ അരച്ച് മാറ്റാം. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും അതുപോലെ തന്നെ കടുമുളകും കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിയും കൂടെ ചേർത്ത് ഇളക്കാവുന്നതാണ്. നല്ല രീതിയിൽ ഇളക്കി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി അച്ചാറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പവും ചോറിനൊപ്പവും കൂട്ടാൻ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്തതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണേ.